ഈ പറയുന്ന ജിതേഷ് നമ്മുടെ അനിയനാണ്. അവനും ഇതുപോലെ എൻ്റെ അടുത്തൊരു സ്റ്റോറി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ ബഡ്ജറ്റ് കൂടിയത് 19ാം നൂറ്റാണ്ട് കഴിഞ്ഞ സമയത്താണ് ഇതൊക്കെ ഒന്ന് പറയുന്നത്. ഇതൊക്കെ ബഡ്ജറ്റ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ എന്താ പറയാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് വന്ന് പ്രൊഡ്യൂസറിനെ അഭിലാഷിന് കൈമാറുകയും അങ്ങനെയാണ് ഈ സിനിമ ഓണാവുന്നത്. ഒരുപാട് താങ്ക് യു ജിതേഷ്. അങ്ങനെ സിനിമയിൽ അങ്ങനെ ആരും ചെയ്യാറില്ല. കാരണം ഞാൻ പരിചയപ്പെട്ടേക്കുന്ന ഒരുപാട് പറയുന്നത് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ പേരും. കാരണം ഇപ്പോൾ എന്താ പറയാ എല്ലാവർക്കും നമ്മൾ ആദ്യമേ മേളിലെത്തണം എന്നൊക്കെയുള്ള ചിന്തയും കാര്യങ്ങളൊക്കെയാണ്. വിഷ്ണുവും ഞാനും അനന്തും ഒക്കെ ചേർന്നിട്ടൊരു സോങ് ചെയ്തിരുന്നു, ദൂരെ എന്ന് പറഞ്ഞ്. ഒരു 2, 3, 4 വർഷമായെന്ന് തോന്നുന്നു. അപ്പൊ ആ സോങ്ങിന് ശേഷം അടുത്ത ചിത്രം ചെയ്യാനായിട്ട് ഇങ്ങനെ ആലോചനകൾ ഉണ്ടായി വിഷ്ണു ഞാനും കൂടി പല സ്ഥലങ്ങളിലും അറിഞ്ഞു. ആ സമയത്ത് ഞങ്ങളുടെ കോമൺ സുഹൃത്തായിട്ടുള്ള ജിതേഷ് മോനാണ് നമ്മുടെ ഷാൻഡോ ചേട്ടനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ കഴിഞ്ഞ 1 വർഷമായിട്ട് കഥ പറഞ്ഞു, വീണ്ടും പറയുന്നു, അങ്ങനെ പല ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ അവസാനം ഈ എന്താ പറയാ ഈ ഒരു സ്വപ്നത്തിലേക്ക്, ഡോസ് എന്ന സ്വപ്നത്തിലേക്ക് എത്തിച്ചേർന്നു.